ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാമെന്ന പടത്തിൻ്റെ പേര് മേരെ ഹസ്ബൻഡ് കി ബീവി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ കപൂർ, രകുൽ പ്രീത് സിംഗ്, ഭൂമി പെദ്നേക്കർ, ശക്തി കപൂർ, ദിനോ മോറിയ, ആദിത്യ സീൽ, ഹർഷ് സുർജൽ എന്നിവരാണ്. പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുദസ്സർ അസീസാണ്. ഇങ്ങനെയാണ് കേൾക്കൽമേ ഡയറക്റ്റ് ചെയ്തതെന്നാണ് കേട്ടത്, പക്ഷേ സിനിമ കണ്ടിട്ടില്ല, കാണണം. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാണ് പൂജ ഫിലിംസാണ്. മീൻസ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് നല്ല പടങ്ങൾ എനിക്ക് നല്ല തോന്നിയെന്നാണ് ഉദ്ദേശിച്ചത്. അവർ പ്രൊഡ്യൂസ് ചെയ്ത രണ്ട് പടങ്ങൾ നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. മീൻസ് ഒന്നും ഇല്ലടേ, നമ്മുടെ ജാക്കി ബഗ്നാനിയും വശു ബഗ്നാനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. ആ പടം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഒന്നും ഇടുന്നു, ഞാൻ തൽക്കാലത്തേക്ക് കാര്യം വേണം. പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ മിശ്ര, ബാദ്ഷ, പിന്നെ തനിഷ്ക് ബക്ചി എന്നിവരാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് മാത്രമാണ്. ബീജിയം വേറൊരാളാണ്, ബീജിയം ജോൺ സ്റ്റീവേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ DOP ചെയ്തിരിക്കണം മനോജ് കുമാർ ഗിയോത്തിയ അങ്ങനെ എന്തോ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും ഈ പടത്തിൻ്റെ ക്രൂ ആയിട്ടോ കാസ്റ്റായിട്ടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ കാസ്റ്റിൽ ഇങ്ങേരുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നു. കാസ്റ്റിൽ മുകേഷ് ഋഷി ഉണ്ട് കേട്ടോ സിനിമയിൽ, ഞാൻ കാര്യം പറയാൻ വിട്ടുപോയതാണ്, സോറി. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ, കാട്ടപരാധം എന്നാണ് പറയാനുള്ളത്. പടത്തിലെ പോസിറ്റീവ്സിലോട്ട് കിടക്കുക. പടത്തിൽ പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഡിനോമോറിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിൽ രണ്ട് നായികമാരാണ്. ഒന്ന് രകുൽ പ്രീത് സിംഗും പിന്നെ ഭൂമി പെദ്നേക്കറുമാണ്. അതിൽ രകുൽ പ്രീത്തിൻ്റെ ചേട്ടനായിട്ടാണ് ഡിനോമോറി അഭിനയിക്കുന്നത്. അതിങ്ങനെ ആ ഒരു ക്യാരക്ടർ മാതിരി ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കും ബീജിയും അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ വേറൊരു പോസിറ്റീവ് ഇല്ലടി, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അർജുൻ കപൂറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, പെർഫോമൻസ് പറയാനാണെങ്കിൽ നമുക്കറിയാം. ഞാൻ അർജുൻ കപൂറിൻ്റെ കണ്ടിരിക്കുന്ന പടങ്ങൾ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുക, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ അർജുൻ കപൂറിൻ്റെ കണ്ടിരിക്കുന്ന പടങ്ങളെന്ന് പറയണത് ഗുണ്ടേ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, രൺവീർ സിംഗിൻ്റെ കൂടെ അഭിനയിച്ചത്. അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ്, അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ മുബാറക്കൻ, അത് നൈസായിരുന്നു. പിന്നെ പാണിപ്പട്ട്, ഇതിലാട്ടും വലിയ കാട്ടപരാധമാണ്. പിന്നെ ലേഡി കില്ലർ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോണി മെൻസിൽ രണ്ടാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്ക് അടിച്ചു, ഞാൻ ചാനൽ മാറ്റാൻ പറഞ്ഞു, അതുകൊണ്ടാണ്. പിന്നെ ഇഷ്ക് സാദ്, അത് അത്യാവശ്യം നൈസ് പടമായിരുന്നു. പിന്നെ തേവർ, ഇതിലെന്ന റിവ്യൂ ഉണ്ട്. പിന്നെ സിംഗം, തേവർ, ഗില്ലിയുടെ റീമേക്ക്, അത് കട്ട ഷോ. ഇതിലാട്ടും വല്ല കെട്ടവരാതല്ല, ഇതിലാട്ടും ബെറ്ററാണ്. പിന്നെ ഉള്ളത് എന്താണ് എൻ്റെ പേര്, സിംഗം റിട്ടേൺസ്, സിംഗം അഗെയിൻ എന്നാട്ടോ ഉദ്ദേശിച്ചത്, പറഞ്ഞ് മാറിപ്പോയി. സിംഗം റിട്ടേൺസ് അഗെയിൻ ഞാൻ മാറിപ്പോയി. സിംഗം അഗെയിനിൽ വില്ലനായിട്ട് അത് അത്യാവശ്യം നൈസ് പടമായിരുന്നു. പക്ഷേ ഇതിൽ വില്ലനായിട്ട് ഇങ്ങനെയായിരുന്നു അഭിനയിച്ചത്, പക്ഷേ അത് അത്രയും ഫസ്റ്റ് ഹാഫിൽ വർക്കായി, സെക്കൻഡ് ഹാഫിൽ വർക്കായില്ല. പിന്നെ ഈക്വലർ റിട്ടേൺസ്, ആ സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ അതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവുന്ന ടൈപ്പ് സിനിമയല്ല, അത് വേറെ കാര്യം. ഇനി ഇത് ഞാൻ ഇത്ര സിനിമ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പടം ഞാൻ പറഞ്ഞില്ല, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ പെർഫോമൻസ് കാട്ടവരാതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. രകുൽ പ്രീത് സിംഗിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, രകുൽ പ്രീത് സിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സിനിമകളെന്ന് പറയണത് ആര്യാണ്, പിന്നെ പണ്ടൊക്കെ ചേസ്കോ, അത് തെലുങ്ക് സിനിമയാണ്, പിന്നെ ദേവ്, പിന്നെ ധീരൻ, ഇതൊക്കെയാണ്.
പിന്നെ ജയജാനകി നായിക ഓർമ്മ വരുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമ എനിക്ക് വളരെ അതായിട്ട് ഫീൽ ചെയ്തു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അതൊക്കെയാണ് ഓർമ്മ വരാറ്. പിന്നെ ഭൂമി പന്നേക്കറിൻ്റെ കാര്യം ഓർമ്മ വരികയാണെങ്കിൽ എന്നാൽ ലേഡി കില്ലറിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് നമ്മുടെ ഗൽക്കാലത്തേക്ക് വിടണം. പിന്നെ അവരുടെ ഫസ്റ്റ് പടം ആയുഷ്മാൻ ഖുരാനയുടെ കൂടെ ആയിരുന്നത് അത്യാവശ്യം നൈസ് കൂടെ വരുന്നു. വേറെ ഞാൻ അവരുടെ കണ്ടിട്ടില്ലടേ. അതുകൊണ്ട് ഗൽക്കാലത്തേക്ക് വിടണം. പിന്നെ ഡിനാമറിയ ഞാൻ പറഞ്ഞല്ലോ, അങ്ങേറെ ഒരു പോസിറ്റീവാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങേരുടെ ക്യാരക്ടർ അത്യാവശ്യം നൈസായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. ദിസ് ഇപ്പോൾ കം ബാക്ക് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ ഏജൻറ്റ് എന്നുള്ള സിനിമ ഇതിൽ അങ്ങേര് വില്ലനായിട്ട് അഭിനയിച്ചിരുന്നത്. അതിൽ ആകെ ഒരു പോസിറ്റീവ് ഉള്ളതും ആ ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇഷ്ടമുള്ളവർ ആ സിനിമ ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവും, ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരുണ്ട്. അല്ല, കൂടാകർ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഭാഗ്യം. പിന്നെ ബാൻഡ്ര റൺവേ അടിക്കാൻ നോക്കിയതാണ്, പക്ഷേ റൺവേയുടെ സ്പൂഫായിപ്പോയി. അതെന്തിരോട്ട് അതിൽ വില്ലത്തിന് ഷോക്ക് വരുന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് ആൾ വന്നിരിക്കണത്. പിന്നെ സീല്, നമ്മുടെ ആദ്യത്തെ സീല്, അങ്ങേര് ഈ കാണിച്ചിരിക്കണത് കണ്ട കോമഡിയാണ്. അങ്ങേര് അത് പറഞ്ഞ കൂടിപ്പോ, അതുകൊണ്ടാണ് നല്ല അങ്ങനെ കോമഡി അടിപ്പിക്കാൻ ഞാനെന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ 21 മിനിറ്റ്. 2 മണിക്കൂർ 21 മിനിറ്റിൽ 1 മണിക്കൂർ 34 എന്തോ മിനിറ്റ് ആകുമ്പോൾ ഇങ്ങേര് വരുന്നു. പിന്നെ ഇങ്ങേരുടെ ഒരു കോമഡിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ട് എന്താ കാണിച്ചതെന്ന് വെച്ചാൽ കോമഡി അല്ല, വെറുപ്പിക്കലാണ്. നമ്മളെ ചിരിപ്പിക്കല്ല ചെയ്യുന്ന, തെറി വിളിക്കുക എന്ന മൂഡിലോട്ട് എത്തിക്കും. അതാണ് അവസ്ഥ. അങ്ങനത്തെ സീലെണ്ണ ആദ്യത്തെ സീലെണ്ണ നിങ്ങൾക്ക് ഇനി കമ്പാക്ക് ഇനി എപ്പോൾ കിട്ടുമോ എന്തോ. എന്തായാലും അടുത്ത് കിട്ടുമെന്ന് വിചാരിക്കണം. എന്തായാലും അങ്ങനെ ഞാൻ ആകെ കണ്ടിരിക്കണത് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ ഇത് മാത്രം. അതുകൊണ്ട് നമ്മൾ നോക്കണില്ല. അങ്ങേരുടെ കാര്യം തൽക്കാലത്തേക്ക് വിടണം. പിന്നെ ശക്തി കപൂർ ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അങ്ങേര് മീൻസ് ഇങ്ങനത്തെ റോൾസ് സിനിമ ചെയ്തിട്ടുള്ള നായകൻ്റെ അച്ഛനായിട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം സമ്മതിച്ച്. പക്ഷേ ഇതിൽ എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. അങ്ങേര് അത്യാവശ്യം ഡൗൺഫാളിലോട്ട് എത്തിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ അങ്ങേരുടെ പെർഫോമൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ മുകേഷ് ഋഷിയുടെ കാര്യം പറയാനാണെങ്കിൽ മുകേഷ് ഋഷി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ വർക്കായിട്ടില്ല. അങ്ങനെ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മീൻസ് ഒരു വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എന്താണ് മറ്റേ മനമേൽ കണ്ട ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. മീൻസ് അതിന് വില്ലൻ ക്യാരക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാർ ആൻഡ് ലവ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. വിനയൻ ഡയറക്റ്റ് ചെയ്തത് ദിലീപിനെ വെച്ച്. അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സാമ്പിളാണ്. അങ്ങനെ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കണം എന്നുള്ളത്. പക്ഷേ ഇതിലെന്താണെന്ന് അറിയില്ല. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് വർത്ത് എന്നാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയത്. പിന്നെ ഹർഷ സുർജൽ അങ്ങനെ ഒരു പുതുമുഖമാണ്. അതുകൊണ്ട് നോക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറഞ്ഞേ പറ്റും. എന്താന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ സീനിനെക്കാട്ടും വലിയ വെറുപ്പിക്കലാണ് പറയാനുള്ളത്. എൻ്റെ പൊന്നോ സഹിക്കുന്ന അപ്പുറമുണ്ട്. ഒക്കെ എനിക്ക് പൊളിഞ്ഞ് കയറി അമ്മാതിരി ദേഷ്യം കയറി കിടക്കുകയായിരുന്നു. പിന്നെ മുദസ്സർ അസീസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങേരുടെ കേൽമേ എന്ന് പറയുന്ന സിനിമയുണ്ട്, ഇത് അക്ഷയ് കുമാറിന് വെച്ച്. അത് ഞാൻ ഓൾറെഡി വെച്ചിട്ടില്ല, കണ്ട് നോക്കണം എന്തായാലും. പിന്നെ സ്റ്റാറി ഇത് ലവ് ട്രയാങ്കിളാണ്, മീൻസ് ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. ആരിതിൽ കാണാൻ പറ്റുന്ന പടമാണെന്ന് ചോദിച്ചാൽ ഒട്ടും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നൊരു സ്പോയിലർ അലേർട്ടാണ്, അതുകൊണ്ട് കണ്ടാലും കണ്ടില്ല കുഴപ്പമില്ല. ഇല്ല കാണണമെന്നുണ്ട്, പക്ഷെ കണ്ടോ. പക്ഷെ
നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടവർ ഇത് കാണാൻ നിൽക്കരുത്, അതാണ് ഉദ്ദേശിച്ചത്. കാണാത്തവരും ഇഷ്ടപ്പെടാത്തവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ സ്ക്രീൻ പ്ലേ ഒക്കെ കട്ട ശോകമാണ് എന്തൊരു. പിന്നെ ക്യാമറയുടെ കാര്യമാണ് ക്യാമറ ഷൂട്ട്സിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. അത് എന്ത് കാണിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സീൻ ഇങ്ങനെ പോവാണ്, അതിനിടയിൽ ഒരു പാട്ട് അതിൽ സ്വാഭാവികം. പക്ഷേ ഈ ക്യാമറ ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഷേക്കൊക്കെ ആവണമെന്ന് തോന്നുന്നു. അങ്ങനെ തല കറങ്ങിയെന്ന് തോന്നുന്നു, ക്യാമറമാൻ്റെ തല കറങ്ങിയെന്ന് തോന്നുന്നു. വീഡിയോ ഈ സിനിമ എടുക്കണ ഇടയിൽ തല കറങ്ങി വീണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക സമയത്ത് ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. അത് കട്ട് അലമ്പത്തരമാണ്. പക്ഷെ അങ്ങനെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് തൽക്കാലം എനിക്ക് അത്ര പറയാൻ പറ്റുള്ളൂ. ഇതിന് തെറിടിച്ചു അതെന്തോട്ടെ. പിന്നെ എഡിറ്ററിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് പരമ ബോറായിരുന്നു എന്നാണ്. അമ്മാതിരി ബോറ്. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പണ്ടിരിക്കുന്ന പടങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇഷ്ടമില്ലാത്ത 3 പടങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇത്, പിന്നെ തേവർ മീൻസ് ഗില്ലിയുടെ റീമേക്ക്, പിന്നെ പണിപ്പറ്റ് അതൊരു ബയോപിക്കാണ്. ഇത് 3 കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതും തേവറും ബെറ്ററായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പാനിപ്പട്ട് ഇന്നൊന്നും നമ്മുടെ അർജുൻ കപൂറിൻ്റെ കാട്ടവരാത്ത ലിസ്റ്റിൽ മീൻസ് കാരിയർ ആ കാട്ടവരാത്തത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളത്. ഇനി പറഞ്ഞത് ചിലപ്പോൾ ദേഷ്യം കയറുക മാതിരി കേൾക്കാം. പിന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറയേണ്ട ആവശ്യമില്ലല്ലേ. അമ്മ ഷോ ആകടീന മറി മ്യൂസിക്കും ബീജിയും കൊള്ളാം, വേറൊന്നുമില്ല പടത്തിൽ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വിസ്കസ്.